ഹായ് എല്ലാവരും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ. ലാലേട്ടൻ ഇന്ന് പങ്കുവച്ച ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. കാണുമ്പോൾ ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോ ആണ്. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. സോ നമുക്ക് ആദ്യം ഫോട്ടോ കാണാം. ഇതാണ് അദ്ദേഹം ഷെയർ ചെയ്ത ഫോട്ടോ. അതിന് താഴെ എഴുതിയത് ഇങ്ങനെയാണ്: വിത്ത് സായിദ് മസൂദ് ആൻഡ് റംഗ. സോ ഇതൊന്ന് ഇത് ഷെയർ ചെയ്ത പഠനം ഭയങ്കരമായിട്ട് വൈറലായി. അതിന് പല റീസൺസും ഉണ്ട്. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാഗ് ലൈനും കൂടി വിത്ത് സായിദ് മസൂദ് ആൻഡ് റംഗ. അതായത് ഈ ഫോട്ടോയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അവരൊന്ന് മീറ്റപ്പ് ചെയ്തായിരിക്കും. ബട്ട് മേ ബി വേണമെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഒരുപാടുണ്ട്. അതായത് ഒന്ന് എമ്പുരാനുണ്ട്. അപ്പം എമ്പുരാനിൽ ഫഹദ് ഫാസിൽ ഇല്ല എന്ന് പൃഥ്വിരാജ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോഴും പൃഥ്വിരാജ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ആ ഫോട്ടോ തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ ഫോട്ടോയിലുള്ളത് ഫഹദ് ഫാസിലാണോ എന്നാണ് ചോദിച്ചത്. ഈ പൃഥ്വിരാജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ഇമ്രാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടറിൽ ഫഹദ് ഫാസിലുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി എന്തോ ആട്ടെ. പിന്നെ വേറൊന്ന്, നമ്മുടെ ജിത്തു മാധവൻ, അതായത് ആവേശം ഡയറക്റ്റ് ചെയ്ത ജിത്തു മാധവൻ്റെ അടുത്ത മൂവി ലാലേട്ടൻ ചെയ്യാൻ പോവാണ്. അത് കൺഫേംഡ് ആണ്. സോ അതും ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കഥയാണെന്നൊക്കെ നമുക്കറിയാം. സോ അതുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് റിലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാം? പക്ഷേ എനിക്ക് ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വെച്ചത്, ഞാൻ കുറേ കാലമായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കാറുണ്ട്. കാരണം ഇപ്പം ഈ ഒരു എമ്പുരാനോട് കൂടി തന്നെ നമ്മൾ ഡോൺലി, അതായത് കൊറിയൻ ലാലേട്ടൻ നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹം, ഇനി അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ കൂടി കുറച്ചിപ്പം എല്ലാവർക്കും അറിയുന്നുണ്ട് അദ്ദേഹമായിട്ട്. ഞാനെന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഈ കൊറിയൻ സിനിമ കുറേ വർഷങ്ങൾക്ക് മുന്നേ കൊറിയൻ സിനിമ കണ്ടു തുടങ്ങിയത്. കാരണം അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ ക്രൈം ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ ക്രൈം ത്രില്ലറാണ്. അപ്പം അങ്ങനെ കണ്ടു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഐ സോ ദ ഡെവിളാണ് ഞാൻ ഫസ്റ്റ് കണ്ട കൊറിയൻ മൂവി. അത് കണ്ടു തുടങ്ങിയതാണ്. ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു കൊറിയയിലുള്ള എല്ലാം ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല എല്ലാ ആക്ഷൻ, അതായത് ക്രൈം ത്രില്ലേഴ്സും ഞാൻ കണ്ടതാണ്. അതിൻ്റെ കൂടെ വേറെ മൂവീസും കണ്ടിട്ടുണ്ട്. കാണാത്തത് റൊമാൻറ്റിക് അങ്ങനെ ടൈപ്പ് ജോണറിലാണ്. ആക്ഷൻ, ക്രൈം, ഡ്രാമ ജോണറിൽ വരുന്ന ഒട്ടുമിക്ക കൊറിയൻ മൂവീസും കണ്ടാണ്. അങ്ങനെ കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഡോൺലിയുടെ, എനിക്ക് തോന്നുന്നു ഡോൺലി എന്ന ആക്ടറെ ഞാൻ ആദ്യം കണ്ടത് ട്രെയിൻ ടു ബുസാനിലായിരിക്കും. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് സീനിൽ അദ്ദേഹം ഒന്നുമില്ലെങ്കിൽ പോലും പെട്ടെന്ന് ഇഷ്ടമായി. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കൊറിയൻ ലാലേട്ടൻ എന്നുള്ള പേര് കേൾക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിനൊരു സ്വാഗും, അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും പിന്നെ ആ തടിയും, അത് കാണുമ്പോൾ ലാലേട്ടനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. അതിന് ശേഷമൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കൊറിയൻ ലാലേട്ടൻ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിനുണ്ട്. സോ നമ്മൾ തോന്നിയ പോലെ കുറേ ആൾക്കാർക്ക് അങ്ങനെ തോന്നിയ ആളാണ് അങ്ങനെ പേരൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ കണ്ടപ്പോൾ വേൾഡ് സിനിമാസിൽ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ഫേവറേറ്റ്സ് മൂവിയാണ് ഗാങ്സ്റ്റർ, ദ കോപ്പ് ആൻഡ് ദ ഡെവിൾ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളത് ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. എനിക്ക് അത് ഇഷ്ടപ്പെടാനുള്ള കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ഡോൺലി എന്ന് പറഞ്ഞ ആക്ടറാണ് അതിൽ ഗാങ്സ്റ്ററായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അതിൻ്റെ ജോണർ അതൊരു ക്രൈം ഡ്രാമ, ക്രൈം ത്രില്ലർ. അതിൽ തന്നെ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ക്രൈം ത്രില്ലറിൽ ഏറ്റവും ഇഷ്ടം ഈ സീരിയൽ കില്ലിംഗ് ആണ്. സോ അതും അതിൻ്റെ കൂടെ ആക്ഷനും കൂടി വന്ന ഒരു ഗംഭീര മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗംഭീര മൂവിയാണ് ദ ഗാങ്സ്റ്റർ, ദ കോപ്പ് ആൻഡ് ദ ഡെവിളിന്. അപ്പം അത് കണ്ട അന്ന് മുതൽ ഞാൻ മനസ്സിലാലോചിച്ച കാര്യമാണ്, നമ്മൾ സാധാരണ മലയാളത്തിൽ നിന്ന് സിനിമകൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കുക ചെയ്യുക റീമേക്കിന്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊന്ന് മലയാളത്തിൽ റീമേക്ക് ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയ പിന്നീട് നോക്കി മനസ്സിലായി. കാരണം ഒരുപാട് ഞാൻ ചർച്ചകൾ കണ്ടിട്ടുണ്ട്, ഈ സിനിമ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തുകൂടെ. അതിൽ ദ ഗാങ്സ്റ്ററായിട്ട് ലാലേട്ടനും, കോപ്പായിട്ട് പൃഥ്വിരാജും, ദ ഡെവിളായിട്ട് നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ചുകൂടെയാണ്. അപ്പോൾ അതൊരു ഗംഭീര കോമ്പിനേഷൻ. കാരണം നിങ്ങൾ ആ സിനിമ കാണാത്തവർ ആരെങ്കിലും ഒന്ന് പോയി കാണുക. ഇതൊരു സൂപ്പർ മൂവിയാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ലാലേട്ടനും പൃഥ്വിരാജും ഫഹദിനെ ദ ഡെവിളായിട്ട്, അതായത് വില്ലനായിട്ട് ഫഹദിനെ എനിക്കും തോന്നി. കാരണം ആ സീരിയൽ കില്ലറെ ക്യാരക്ടർ ഒരു ഗംഭീര ക്യാരക്ടറാണ്. അദ്ദേഹം മലയാളത്തിൽ വരുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഏരിയാസ് ആഡ് ചെയ്തിട്ടാൽ അഭിനയ സാധ്യതയുള്ള ഫഹദിന് ചെയ്യാൻ പറ്റും. അത് ചെയ്യുമെന്ന് അറിയില്ല, എന്നാൽ പോലും നമ്മളൊരു സങ്കല്പം പറയാം, നമ്മളൊരു ആഗ്രഹം പറയണം. അതൊരു ഗംഭീര സാധനമായിരിക്കും. അത് സിനിമ മലയാളത്തിൽ വരുന്നത്. അതിൻ്റെ കൂടെയാണ് നമ്മൾ അമൽ നീരത്ത് സിനിമ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നു. അമൽ നീരത്ത് ലാലേട്ടനായിട്ട് സിനിമ ചെയ്യുമെന്നൊക്കെ കുറേ റൂമേഴ്സും ഉണ്ട്. സോ അതൊക്കെ കൂട്ടി വായിക്കുകയാണ് ഇപ്പോൾ. ചുമ്മാ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് പറയുകയാണ്. പക്ഷേ ആ മൂവിയിലൊരു റീമൊക്കെ മലയാളത്തിൽ വരികയാണെങ്കിൽ ഇവർ 3 പേര് അഭിനയിക്കുകയാണെങ്കിൽ ഒരു എല്ലാ സംഭവമായിരിക്കും. അത്
അത്ര ഗംഭീര പ്ലോട്ടാണ് ആ മൂവി, അത്ര ഗംഭീര മൂവിയാണത്. നിങ്ങൾ കാണാത്ത ആൾക്കാർക്കാണ് ഞാൻ വേണമെങ്കിൽ പറ്റണമെങ്കിൽ കുറച്ച് സീൻസൊക്കെ ഇവിടെ ആഡ് ചെയ്യാം. എനിക്ക് അതിലെ പല സീനും ആ ടോണി എന്ന് പറഞ്ഞ ആക്ടറെ ഗംഭീര സീനുകൾ, ആ സ്ക്രീൻ പ്രസൻസിൽ നമ്മൾ എന്താ പറയുക, നമ്മളത് കണ്ട മുതൽ ആ കണ്ണ് കാണുമ്പോൾ തന്നെ ഞാനത് ഓട്ടോമാറ്റിക്കലി എനിക്കിത് ഇങ്ങനെ മനസ്സിൽ തോന്നി, നമുക്ക് മലയാളത്തിലേക്ക് എന്തുകൊണ്ട് ആ സിനിമ ഒന്ന് റീമേക്ക് ചെയ്തുകൂടാ എന്നുള്ള കാര്യമാണ്. അമൽ നീരദിനെ പോലത്തെ ആക്ടർ, അമൽ നീരദിനെ പോലത്തെ ഡയറക്ടർ, ഇപ്പം വേണമെങ്കിൽ നമ്മളെ മാർക്കോ ചെയ്ത അനീഫ് അദ്ദേനിക്കും ചെയ്യാം. ആ സ്റ്റൈലിഷ് ആ ഒരു ലെവലിൽ ആ സിനിമ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ വേറെ, നമ്മളിപ്പം അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നാൽ ഇനി നെക്സ്റ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയായിരിക്കും. ഇതൊക്കെ വെറും സ്വപ്നം പോലെ നമുക്ക് എനിക്ക് തോന്നുന്നതൊക്കെ ഒരു ചുമ്മാ ഒരു ഡേ ഡ്രീം പോലത്തെ കാര്യം കേട്ടോ, അത് നടക്കുന്ന ഒരു ഉറപ്പില്ല. പക്ഷേ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു പോസ്റ്ററും കണ്ടു, ഒരു ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ തന്നെ ഈ ഒരു പോസ്റ്ററും കണ്ട് ആ സിനിമേൻ്റെ പേര് വെച്ചിട്ടുള്ള. ഈയിടെയുടെ അതുപോലെ ഞാൻ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ, ഒരു AI ചെയ്ത ഫോട്ടോ ആണ്. പക്ഷേ അത് ആ ഫോട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ഗാങ്സ്റ്റർ എന്ന ക്യാരക്ടറിന് ഗംഭീരമായി മാച്ചാവുന്ന ലുക്കായിരുന്നു അത് എന്നോട് കാണിക്കുന്നത് പറ്റുകയാണെങ്കിൽ. സോ ഞാനത് ചിന്തിക്കും, ലാലേട്ടൻ എന്തുകൊണ്ട് അത് നമ്മൾ ലുക്കൊക്കെ മാറ്റി വന്നാൽ നമ്മൾ ലൂസിഫറിൽ കണ്ടാണ്, എബ്രാഹിം ഖുറേഷിയായിട്ട് കണ്ടാണ്. സോ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ ഗംഭീരമായിരിക്കും ലാലേട്ടന്. ഈ ഫോട്ടോയിലേക്ക് കാണുമ്പോഴത്തെ ലുക്കൊക്കെ ലാലേട്ടൻ പിടിച്ചാൽ വേറെ ലെവലായിരിക്കും. ആ ഒരു സ്വാഗും ആ ഒരു സ്റ്റൈലിഷ് ലുക്കിലേക്ക് ലാലേട്ടനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. മേ ബി ഒരു നെക്സ്റ്റ് പ്രൊജക്റ്റിൽ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. സോ ഇത് ജസ്റ്റ് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി വായിച്ച് ചുമ്മാ നിങ്ങളത് ഷെയർ ചെയ്യാൻ നിന്ന ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.